നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. രമേശ് പിഷാരടിയുമായി ബന്ധപ്പെട്ടതാണ്. പാലക്കാട് പ്രചരണം നടത്തുന്ന രമേശ് പിഷാരടി കഴിഞ്ഞ ദിവസം വടക്കന്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രചാരണത്തിന് വേണ്ടി പോകുന്നു. വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ BJP പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയാണ്. വടക്കന്തറ ഞങ്ങളുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ്, ഞങ്ങളുടെ ഒരു പാർട്ടി ഗ്രാമം, കാവി ഗ്രാമം എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾ വോട്ട് ചോദിക്കേണ്ട, ചോദിച്ചാൽ വോട്ട് കിട്ടത്തുമില്ല, ഞങ്ങളുടെ സ്ഥലത്ത് നിങ്ങളോട്ട് ചോദിക്കുകയും വേണ്ട എന്നാണ്. BJP കൗൺസിലടക്കം 3 പേർക്കെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രമേശ് പിഷാരടിയുടെ മൊഴിയെടുക്കാൻ പോവുകയാണ് പോലീസ്. അപ്പോൾ പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു വലിയ മത്സരം നടത്തുന്നു, ഞങ്ങളിവിടെ വിജയിക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് ഉറപ്പായിട്ടും വോട്ട് കിട്ടുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ വന്ന് വോട്ടൊന്നും ചോദിക്കേണ്ട എന്ന മട്ട് സ്വീകരിക്കുന്നു BJP പ്രവർത്തകർ എന്നാണ് ഇവിടുത്തെ ഗുരുതരമായ ഒരു പ്രശ്നം. പിണറായി വിജയൻ അടക്കമുള്ള CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെയും ഈ ഏർപ്പാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അജിം സാഹിബ്, അത് ഞങ്ങളുടെ പാർട്ടി ഗ്രാമത്തിൽ വന്ന് വോട്ട് ചോദിക്കേണ്ട എന്ന് പറയാൻ മാത്രമുള്ള ഒരു ഗ്രൗണ്ടും ധൈര്യവും ഒക്കെ BJPക്കാർക്ക് അവിടെ കൈവന്നോ? പാലക്കാട് നഗരത്തിലെ ചില മേഖലകളിൽ കൈവന്നിട്ടുണ്ട്. ചില മേഖല വടക്കാന്തറ, മൂത്താന്തറ തുടങ്ങിയ തറ പേരിലുള്ള കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. അത് BJPയുടെ സ്ട്രോങ് ഹോൾസ് ആണ്, RSS പാർട്ടി ഗ്രാമങ്ങളാണ്. അപ്പോൾ അവിടെ തുടർച്ചയായിട്ട് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ അവിടെ നിരന്തരമായി BJP ജയിച്ചു വരുന്നതാണ്. RSSന് ശക്തമായ സംഘടനാ സംവിധാനം ഉള്ളതാണ്. ഇത് ഒരുവിധം കേരളത്തിലെ ഒട്ടുമിക്ക പാർട്ടി ഗ്രാമങ്ങളും അക്രോസ് ഓൾ പാർട്ടീസ്, ഞാൻ BJP മാത്രമല്ല പറയാം, പാർട്ടി ഗ്രാമങ്ങളിൽ സ്ഥിരമായ കാഴ്ചയാണ്. ഇതിവിടെ വോട്ട് ചോദിക്കാൻ വരണ്ട എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു കൗൺസിലർ സ്ഥാനത്ത് തടയുന്നു. മത്സരിക്കാൻ സമ്മതിക്കാത്ത പാർട്ടി ഗ്രാമങ്ങളുണ്ട്, കൊടിമരം സ്ഥാപിക്കാൻ പറ്റാത്തവരുണ്ട്, ക്യാമ്പസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ യൂണിറ്റ് ഇടാൻ സമ്മതിക്കാത്ത, കൊടിമരം സ്ഥാപിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ, ഭൂരിപക്ഷ ജനപിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ പോലും എന്തായി മാറുന്നു? ഫാഷിസ്റ്റ് സമീപനം സ്വീകരിക്കുന്ന ഒരു നാട്ടിലാണ് BJPയെ പോലെ അതിന് ഇൻബിൽറ്റായിട്ട് തന്നെ ഫാഷിസ്റ്റ് പ്രവണതയുള്ള ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തക അത് കാണിക്കുന്നത്. പക്ഷേ അത് BJPക്ക് അവസാന നിമിഷമായിട്ട് ഒരു തിരിച്ചടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ പോലും അതിൽ സംയമനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത്തരം വിഷയങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഒട്ടും ലൗഡായിട്ടുള്ളൊരു പ്രചാരണമേ എല്ലാവരും നടത്തുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണത്. അവർ വളരെ കുടുംബയോഗങ്ങളൊക്കെ വിളിച്ച് ആളോട് ഡയറക്റ്റ് സംസാരിക്കുന്നത്, അത് ജയിക്കാൻ പോകുന്നൊരു ഫീൽ ഉണ്ടാക്കാതെ എന്നാൽ വലിയ പെനിട്രേറ്റിംഗ് ഉള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാരണം ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സെക്യുലർ വോട്ടുകളുടെ ഒരു പോളറൈസേഷൻ അവർ ഭയക്കുന്നുണ്ട്. മഞ്ചേശ്വരത്തിന് അതേ തന്ത്രം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു ലൗഡായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. അത് ഒരു പക്ഷേ അത് ഈ ശോഭാ സുരേന്ദ്രനെതിരായിട്ടുള്ളൊരു വികാരവും ഒരു വേവുമായി അവസാന നിമിഷങ്ങളിൽ മാറാൻ സാധ്യതയുണ്ട്. കാരണം പിഷാരടിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല, അദ്ദേഹം എതിരാളികളെ കടന്നാക്രമിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ അത് പിഷാരടിക്ക് അനുകൂലമായ ഒരു സഹതാപതരംഗമായി മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. ശരി, സാജുവിന് എന്താ തോന്നുന്നത്? നിഷാദെ, ഈ നേരത്തെ അജിംസ് പറഞ്ഞ 2 സ്ഥലങ്ങൾ, അതിന് പുറമെ ശ്രീരാമപാളയം കൂടി ഇവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ പാലക്കാട് നഗരസഭയിൽ തന്നെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ LDFനും UDFനും ആളെ ഇരുത്താൻ കഴിയാത്ത ബൂത്തുകളുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ അടുത്ത് ഒരു ക്യാമറാമാൻ തന്നെ തല്ലും വാങ്ങിയിട്ടുണ്ട്. അത്രയും കൂടെ ഞാൻ പറയാം. മുമ്പൊരു രസമുണ്ട്, അവിടെ മേൽമുറിയിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ബൂത്തിൽ നിന്നും അടിച്ചിറക്കി വിടുന്ന ഒരു ദൃശ്യം ഓർമ്മയുണ്ടാവും. മറ്റേ BJP നേതാവ് N ശിവരാമൻ മേലാമുറിയിൽ അവിടുന്ന് മേലാമുറിയിൽ നിന്നാണ് അടിച്ചിറക്കിയത്. പിന്നെ അതുപോലെ വടക്കന്തറയിൽ 2016 ഷാഫിയെ തടഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത്. ഈ കഴിഞ്ഞ തവണ എങ്ങനെയാണ് ഇവിടെ ബൂത്ത് പ്രവർത്തനം അവിടെ നടത്തിയതെന്നറിയോ? ഈ ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന അധ്യാപക സംഘടനാ നേതാവിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെ സംഘം, ഈ ടീച്ചർമാരുടെയൊക്കെ സംഘമാണ് അവിടെ ഇലക്ഷൻ പ്രചരണം ഈ ബൈ ഇലക്ഷൻ കാലത്ത് നടത്തിയത്. അങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അതേ വടക്കുംതറയിലാണ് പിഷാരടിയെ തടഞ്ഞത്. അവരുടെ ഒരു ശക്തി മനസ്സിലാക്കണമെങ്കിൽ SIR കാലത്ത് നമ്മുടെ സാജിദ് റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട്. അൺട്രൈസബിളായ ഒരുപാട് വോട്ടർമാർ, അങ്ങനെ ഒരു ബൂത്തിൽ 470 ബൂത്ത് വോട്ടർമാരുണ്ടായിരുന്നു ശ്രീരാമപാളയത്ത്. അതായത് അവരുടെ ശക്തി കേന്ദ്രമാണ്. ആരൊക്കെയോ അവിടെ അറിയാത്തവർ പോലും വോട്ടേഴ്സ് പട്ടികയിലുണ്ട്. ഇനി ഇപ്പോൾ അടി കൊടുത്ത ആൾ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ നമുക്കറിയാം മത്സരിക്കുന്ന. അവരെന്തൊക്കെ പറഞ്ഞാലും തീവ്ര നിലപാടുള്ള നേതാവാണ് ശോഭ. ഈ ഇലക്ഷൻ കാലത്ത് മറ്റൊരു തന്ത്രം സ്വീകരിക്കുന്നുണ്ടാവും. അവരുടെ അനുയായികൾക്ക് ഇങ്ങനെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. പാലക്കാടിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ടെണ്ണി തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സൊക്കെ ഇടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ BJPക്ക് അവരുടേതായ കോട്ടയുണ്ട്. ആ കോട്ടയിലേക്ക് മറ്റാരും വേണ്ട എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒരു ഫാസിസ്റ്റ് സംഘത്തിന് അങ്ങനെ മാത്രമേ എല്ലാ കാലത്തും പെരുമാറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഒരു പുതുമയും കാണേണ്ടതില്ല. ജിമ്മി, ഇതേതെങ്കിലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ഇൻസിഡന്റ് ആണോ? സത്യത്തിൽ ശോഭാ സുരേന്ദ്രനിട്ട് വെച്ച വെടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പാവം ശോഭാ സുരേന്ദ്രന് കൊടുത്ത പണിയാണത്.
ഈ കൗൺസിലർ ശോഭാ സുരേന്ദ്രൻ്റെ എതിർ ഗ്രൂപ്പാണോ, നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഗ്രൂപ്പാണോ, അദ്ദേഹം വേറെ സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്, അപ്പോൾ അതിന് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വെച്ച പാരയാണെന്നാണ് സംശയം. വളരെ ഒബ്വിയസ് അല്ലേ, ഇങ്ങനത്തെ പാർട്ടി ഗ്രാമങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഈ പാർട്ടി ഗ്രാമങ്ങളിലൊന്നും അങ്ങനെ ഒരു കാൻഡിഡേറ്റ് പോയാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് മിണ്ടില്ല, അനങ്ങില്ല. മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ, ഇപ്പോൾ മറ്റ് പാർട്ടി ബന്ധമുള്ള മാധ്യമപ്രവർത്തകരെ പോലും കടത്തിവിടും. തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ മര്യാദയോടെ കാര്യങ്ങൾ നോക്കണമെന്ന് അറിയാവുന്നവരാണ് കേരളത്തിലെ എല്ലാ പാർട്ടിയിലെയും എല്ലാ മുന്നണിയിലെയും ഈ കൗൺസിലർമാരും. അതുപോലെ ചെറിയ ആളല്ല, ഇതൊരു കൗൺസിലറാണ്, ഒരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിക്ക് അറിയില്ലേ ഇവിടെ എതിർകക്ഷി വരുമ്പോൾ അയാളെ തടഞ്ഞു നിർത്തിയാൽ അത് മാധ്യമങ്ങളിൽ ഫുൾ ക്യാമറയുടെ മുമ്പിൽ. ഞാൻ വിചാരിക്കുന്നത് ഇത് ശോഭാ സുരേന്ദ്രനെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നടത്തിയ പ്ലാൻഡ് ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഇതിനകത്ത് പിഷാരടിക്ക് വലിയ മൈലേജ് ഉണ്ടായപ്പോൾ പെട്ടുപോയത് CPM കൂടിയാണ്. പിണറായി വിജയൻ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ലേ, ഇത് ശരിയായില്ല എന്ന് ചാടിക്കയറി പറയുകയാണ്. എല്ലാവരും ചാടിക്കയറി പറഞ്ഞു. പിഷാരടിയെ വീണ്ടും തടയണം എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ ഓടി നടന്ന് ശത്രുക്കളാണ് ഇത് ചെയ്യുന്നതെന്ന് നാളെ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഡാമേജ് അതിഭീകരമായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വെച്ച പണിയാണ് ഇത്, പിഷാരടിക്ക് വെച്ച പണിയല്ല. പക്ഷെ എന്നാലും BJP-ക്കാർ പൊതുവിൽ വിചാരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഞങ്ങളുടെ ഈ ശക്തി കേന്ദ്രം എന്ന് വെച്ചാൽ ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ രാഷ്ട്രമാണ്, അവിടേക്കാരും കയറി വരേണ്ടതില്ല എന്ന് പറയുന്ന സംഗതി പാലക്കാട് പലപ്പോഴായിട്ടും പ്രകടമായിട്ടുള്ള ഒന്നാണ്, അതിൻ്റെ ഒരു ആവർത്തനം. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. നമ്മൾ നോക്കൂ, പിണറായി വിജയൻ പോലും ഏറ്റവും സോഫ്റ്റായിട്ട് പരമാവധി പെരുമാറാൻ ശ്രമിക്കുന്ന കാലമാണ്. അദ്ദേഹത്തോട് ഒരു യുവ റിപ്പോർട്ടർ വല്ലാതെ ചൂടായിട്ടും അദ്ദേഹം വന്ന് മറുപടി പറഞ്ഞു പോയതല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്വഭാവത്തിൽ പ്രതികരിച്ചില്ല. ആ തെരഞ്ഞെടുപ്പ് കാലമാണെന്ന് പോലും നോക്കാതെ ഞങ്ങളുടെ ഒരു ഏകാധിപത്യം ഞങ്ങൾ പ്രകടമാക്കുമെന്ന് BJP-ക്കാർ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ BJP-യിലെ അന്തഛിദ്രത്തിന് പേര് കേട്ട പാലക്കാടിൽ അതിന് പല അർത്ഥങ്ങളുണ്ട് എന്ന് വിചാരിക്കാനും കൂടി കഴിയുമെന്ന് തോന്നുന്നു.